ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്നിവിടെ അടുത്ത് ഒരു ശിവവിഷ്ണു ടെമ്പിളിലോട്ട് പോവാണ്. അപ്പം ഞങ്ങൾ പറ്റുമ്പോഴൊക്കെ അവിടെ പോകാറുണ്ട്. എനിക്കിഷ്ടമാണ് ടെമ്പിളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം കിരൺ അങ്ങനെ വലിയ താല്പര്യമുള്ള കാര്യമല്ല, പക്ഷെ എന്നാലും ഞാൻ കിരണിനെ നിർബന്ധിച്ച് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അമ്പലത്തിൽ പോവാം. ഇവിടെ മെൽബണിൽ നമ്മുടെ നാട്ടിലുള്ള അത്ര അമ്പലങ്ങളൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം നമുക്കൊന്ന് അമ്പലത്തിൽ പോകണം എന്നൊക്കെ തോന്നുമ്പോൾ പോകാനായിട്ട് 1-2 അമ്പലങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന വീടെന്ന് പറയുമ്പോൾ സിറ്റിയുടെ ഒക്കെ കുറച്ച് അടുത്തായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ അമ്പലങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഈ വീട്ടിലോട്ട് മാറിയത് കഴിഞ്ഞ വർഷമാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഒരു 30 മിനിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അമ്പലത്തിലേക്ക് എത്താൻ പറ്റും. ശിവവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങളിന്ന് പോകുന്നത്. ഇത് മലയാളികളുടെ അമ്പലമല്ല, വേറെ ആരുടെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇപ്പോൾ ഇന്ന് ഇവിടെ വെതർ കുറച്ച് ക്ലൗഡിയാണ്. ഇപ്പം മെൽബണിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ ഒന്നിൽ കൂടുതൽ സീസൺസ് ഉണ്ടാവും. നമുക്ക് രാവിലെ മഴ, ഉച്ചയ്ക്ക് വെയിൽ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മഞ്ഞ്, അങ്ങനെ പല സീസൺസ് നമുക്ക് ഒരു ദിവസം തന്നെ നമുക്ക് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ പോകുന്ന വഴിയൊക്കെ ഭയങ്കര ഹരിതാവും പച്ചപ്പൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇത് മെയിൻ ഹൈവേ അല്ല, ചെറിയ റോഡാണ്. ഫുൾ ക്ലൗഡ്സ് കൂടി. കാരണം എന്താ പറയാ, ഇത് ഗ്ലോബൽ വാർമിംഗ് കാരണം വെള്ളം എല്ലാം കൂടെ വേപ്പറേറ്റ് ആയി. സിഗ്നലിൽ സ്റ്റക്കായപ്പോഴത്തേക്ക് ഞങ്ങൾ കുറച്ച് ആഗോള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടുത്തെ റോഡിൽ കൂടെ വണ്ടികളൊക്കെ ഭയങ്കര റൂൾസൊക്കെ അനുസരിച്ചാണ് പോകുന്നത്. ഓവർ സ്പീഡോ ഓവർടേക്കിങ്ങോ ഒന്നും നമ്മുടെ നാട്ടിലത്തെ പോലെ ഇവിടെ കാണാൻ പറ്റില്ല. ഇവിടുത്തെ ട്രാഫിക് റൂൾസൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഭയങ്കര ഇമ്പ്രസീവാണ് കേട്ടോ. ഈ ലൈൻസിലൊക്കെ കൂടെ അതേ ലൈൻ ഫോളോ ചെയ്ത് ആണ് ഇവിടുത്തെ ഓരോ വണ്ടികളും പോകുന്നത്. എല്ലാം പ്രോപ്പറായിട്ടാണ് പോകുന്നത്. അതല്ലെങ്കിൽ ഒരുപാട് ഫൈൻ കൊടുക്കണം നമ്മളിവിടെ. ഇവിടുത്തെ ഫൈൻസൊക്കെ ഭയങ്കര കൂടുതലാണ്. പിന്നെ നമുക്ക് ഇവിടെ ലൈസൻസിൽ നമുക്ക് പോയിൻറ്റ്സ് ഉണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും റൂൾസൊക്കെ നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോയിൻറ്റ്സ് കുറയും. അങ്ങനെ ലൈസൻസ് പിന്നെ എടുക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിട്ടാണ് വണ്ടികളൊക്കെ ഓടിക്കുന്നത്. അന്ന് അമ്പലത്തിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. വിനായക ചതുർത്ഥിയുടെ സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അവിടെ. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ട്രഡീഷണൽ അറ്റയറിൽ ഇവിടെ വന്നതാണ്. ഇത്ര നാളും വിൻ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇട്ട് ഇവിടെ നടക്കാൻ പറ്റില്ലായിരുന്നു. എപ്പോഴും ജാക്കറ്റൊക്കെ ഇട്ട് ലെയർ ചെയ്തിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലം. അത്യാവശ്യം വലിയൊരു അമ്പലമാണ്. എനിക്ക് തോന്നുന്നു തമിഴ്നാട് സ്റ്റൈലിലാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ട്രിവാൻഡ്രം സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലുള്ള അമ്പലങ്ങൾ. വലിയ അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള ഈ കുഞ്ഞു അമ്പലത്തിൽ ഗണപതിയുടെ ഒരു വിഗ്രഹമായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ചതുർത്ഥി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു.
ഞങ്ങൾ പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും സൺസെറ്റ് ആവാൻ പോകുമായിരുന്നു. മെൽബണിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻ്ററിൻ്റെ ഒക്കെ സമയത്ത് നമുക്ക് പെട്ടെന്ന് സൺസെറ്റ് ആവും, പെട്ടെന്ന് രാത്രി ആവുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. എന്നാൽ സമ്മറിലോട്ട് പോകുന്തോറും നമുക്ക് ഡേ ലൈറ്റ് സേവിങ് ഒക്കെ തുടങ്ങും. അപ്പം ചില ദിവസങ്ങളിൽ നമുക്ക് സൺസെറ്റ് 9:30 വരെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്രയും സമയം നമുക്ക് കൂടുതലുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ആ സമയം ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സമയമുള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. ഈ ഒരു അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് കുറച്ചിങ്ങനെ മയിലും പക്ഷികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. എന്ത് ഭംഗിയല്ലേ മയിലിനെ കാണാൻ വേണ്ടിയിട്ട്. ആ കളർ കോമ്പിനേഷൻ തന്നെ നോക്കിയേ, ആ ഒരു ബ്ലൂവും ആ ഒരു ഗ്രീൻ ഷെയ്ഡിങ് ഒക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് മയിലിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ വിചാരിച്ച് മയിൽ പീലി വിടർത്തുമായിരിക്കുമെന്ന്. കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നു. പക്ഷേ കിരൺ പറഞ്ഞു മഴ വന്നാലേ മയിൽ പീലി വിടർത്തുള്ളൂ എന്ന്. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് വലിയ അറിവില്ല. അങ്ങനെ ഞങ്ങൾ മയിൽ പീലി വിടർത്തുന്നൊന്നും കാണാതെ അവിടെ നിന്ന് പോയി. ഇതിൻ്റെ സൈഡിലായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു പാർക്ക് പോലെ സെറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ കുറേ കുട്ടികളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എങ്ങോട്ടാണ് ഈ ഓടിപ്പോകുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. വേറെ എങ്ങോട്ടും അല്ല, ദോശ കഴിക്കാനാണ്. നാട്ടിലുണ്ടായിരുന്ന സമയത്ത് അമ്മ ദോശ ഉണ്ടാക്കി തരുമ്പോഴും പിന്നെ ട്രിവാൻഡ്രത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഹോസ്റ്റലിൽ ചേച്ചി ദോശ ഉണ്ടാക്കി തരുമ്പോഴും വലിയ ഇഷ്ടമൊന്നുമുള്ള കാര്യമായിരുന്നില്ല ദോശ. അയ്യോ ഇന്ന് ദോശയാണോ എന്ന് ഞങ്ങളെല്ലാവരും പറയുമായിരുന്നു. എന്നാൽ ഇവിടെ വന്നേ പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡ് ഐറ്റമായിട്ട് ദോശ മാറിയിട്ടുണ്ട്. ഈ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ഈ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഒരു ദോശയും ചായയോ അല്ലെങ്കിൽ കോഫിയോ കഴിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഒരു ഡേ കംപ്ലീറ്റ് ആവാത്ത പോലെയാണ്. അന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. ഇവിടെ നമ്മളിങ്ങനെ ക്യൂ നിന്ന് അവിടെ കൗണ്ടറിൽ പോയിട്ട് നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ പറയണം. അപ്പോൾ നമുക്ക് ടോക്കൺ കിട്ടും. ആ ടോക്കൺ ഇങ്ങനെ എഴുതി കാണിക്കും. അപ്പോൾ നമ്മൾ പോയിട്ട് ഫുഡ് എടുത്തുകൊണ്ട് വരണം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫുഡായിരുന്നു അവിടെ കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ അതേപോലെ നവരാത്രിയുടെ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ കുറേ പോസ്റ്ററും കാര്യങ്ങളൊക്കെ അവിടെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ചതുർത്ഥി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറച്ച് കടല പുഴുങ്ങിയതുപോലത്തെ എന്തോ സംഭവം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിരൺ അന്ന് വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കിരൺ പറഞ്ഞു കിരൺ ഒരു റോസ് മിൽക്ക് മതി എന്ന് പറഞ്ഞു അത് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം കടലയൊക്കെ ഇരുന്ന് കഴിച്ചു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. കിരൺ അപ്പോഴേക്കും എനിക്ക് നല്ല ചൂട് ദോശയും ചമ്മന്തിയും സാമ്പാറും ചായയൊക്കെ കൊണ്ട് തന്നു. അടിപൊളി ദോശയാണ് അവിടുത്തെ. ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഇന്ത്യൻ ഗ്രോസറി സ്റ്റോറിലോട്ടായിരുന്നു പോയത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ചേച്ചി ഇരുന്ന് ഭഗവത്ഗീതയൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം വലിയൊരു ഗ്രോസറി സ്റ്റോറാണിത്. നാട്ടിലുള്ള ഒട്ടുമിക്ക സാധനങ്ങളും നമുക്കിന്ന് ഓസ്ട്രേലിയയിൽ അവൈലബിൾ ആണ്. എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ നാട്ടിലുള്ള എല്ലാ പാത്രങ്ങളും ഇന്നിവിടെയും അവൈലബിൾ ആണ്. കുക്കറും
ഇഡലിപ്പാത്രം, ദോശക്കല്ല്, അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ എല്ലാത്തിനും ഒടുക്കത്തെ വിലയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിക്കും നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുവരാം. എന്നാൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യമൊക്കെ ബുദ്ധിമുട്ടാണ്. ബട്ട് സ്റ്റിൽ ഇത്രയും പൈസ കൊടുത്ത് ഈ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് നമുക്കൊരു മടിയാണ്. നമുക്ക് കുറേ ദൈവങ്ങളുടെ വിഗ്രഹങ്ങളും പൂജാമുറികളുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം ഈ വീട്ടിലോട്ട് താമസം മാറിയപ്പോഴത്തേക്കും ഒരു വിളക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വിളക്ക് ഭയങ്കര ചെറുതായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വാങ്ങിച്ചു പുതിയൊരെണ്ണം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഇവിടുത്തെ പ്രൊഡക്ട്സിനൊക്കെ ഉണ്ട്. ഈ കടയിൽ അത്യാവശ്യം കുറച്ച് സാരികളും മുണ്ടും കുപ്പിവളകളും അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഉണ്ട്. ഈ ഒരു ഏരിയയിലായിട്ട് നാട്ടിലുള്ള എല്ലാ അരികളുമായിരുന്നു അവർ വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ദോശയ്ക്കും ഇഡലിക്കും ഉള്ള അരി തുടങ്ങിയിട്ട് നമ്മുടെ നാട്ടിലുള്ള ജയ അരി, പിന്നെ കുറുവ, പൊന്നിയരി, അങ്ങനെ എല്ലാ അരിയും ഇവിടെ അവൈലബിൾ ആണ്. നല്ല മീൻ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ചട്ടികൾ വരെ ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല രാത്രിയായിരുന്നു. നെക്സ്റ്റ് ഡേ വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു.